അങ്ങനെ നാവിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് കണ്ടിട്ട് നോക്കുക അതിശയായി. ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ ഫസ്റ്റത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണിത്. രാവിലെ എണീക്കുന്നതും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതും എല്ലാം ആയിട്ടുള്ള വീഡിയോസ് സാധാരണ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസിൽ ഇട്ടിട്ട് കാണലുണ്ട് ഞാൻ. പക്ഷേങ്കിൽ എൻ്റെ വീഡിയോയിലത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ അതൊന്നും ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടുള്ള പാത്രം കഴുകലോ തൊട്ടാണ്. ഇന്ന് ഫ്രൈഡേ ആയിട്ട് നിജോട്ടന് ലീവായതുകൊണ്ട് തന്നെ എല്ലാവരും എണീക്കാൻ ലേറ്റായി. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും കുറച്ച് ലേറ്റായി. അപ്പം ലീവായതുകൊണ്ട് തന്നെ ഇന്നൊന്ന് പുറത്ത് പോകണം, സിറ്റി സെൻറ്ററിൽ പോകണം, കുറച്ച് അൽക്കൊലത്തെ സാധനങ്ങൾ വാങ്ങാനുണ്ട്. രാവിലത്തെ പുട്ടും ചെറുപയർ കറിയും എല്ലാം കഴിച്ചതിന് ശേഷം കിച്ചണെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് അതുപോലെ ടേബിളും എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് ഡേ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. ശരിക്കും എൻ്റെ ഈ ചാനൽ ഞാൻ 3 വർഷം മുന്നേ സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷേങ്കിൽ ചില ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം എനിക്ക് നിർത്തിവെക്കേണ്ടി വന്നു. അത് കഴിഞ്ഞിപ്പോൾ ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും വീഡിയോസ് കാണണം, നമ്മളെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മളെ ഉച്ചത്തേക്കുള്ള ചിക്കൻ കറീൻ്റെ പരിപാടിയാണ്. കറികളെല്ലാം നമുക്ക് കുറച്ചേ ഉള്ളൂ, 2 ആളല്ലേ കാര്യമായിട്ടുള്ളൂ. പാറു കഴിച്ചാലും ഇത്രയുണ്ട്. ചിക്കൻ കറിയായി. അത് കഴിഞ്ഞ് ഒരു 10 മണിയാകുമ്പോൾ, 10 മണിയല്ല, ഒരു 11-11:30 ആകുമ്പോൾ വത്തക്ക മുറിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം വാങ്ങിക്കൊണ്ടതേ ഉള്ളൂ. പാറു എന്തോ പറഞ്ഞ് ചാടി മുടിച്ചപ്പോൾ അച്ഛനും മോളും കൂടി പോയി വാങ്ങി കൊണ്ടുവന്നതാണ്. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ കട്ട് ചെയ്ത് കൊണ്ടു കൊടുത്താൽ ഇതിൻ്റെ ജ്യൂസും അതുപോലെ കുരുവും എല്ലാം കൂടി പാറു വേണമെങ്കിൽ കിടക്കയിൽ വരെ കൊണ്ടുവിടും. അതുകൊണ്ട് ഞാൻ ഈ ഒരു മെത്തേഡിൽ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതാകുമ്പോൾ എടുത്ത് കഴിക്കല്ലേ ഉള്ളൂ. ഞാൻ ലോങ് വീഡിയോ ഇടൽ വളരെ കുറവാണ്. ഇപ്പം അധികം ഇടുന്നത് ഷോർട്ട് വീഡിയോസാണ്. ആദ്യം ഷോർട്ട് വീഡിയോ ഇല്ലാത്തതുകൊണ്ട് ലോങ് വീഡിയോ മാത്രം ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പം പിന്നെ ഷോർട്ട് വീഡിയോ ഉള്ളതുകൊണ്ട് ഷോർട്ട് വീഡിയോ അധികം ഇടുന്നത്. നാട്ടിൽ നമുക്ക് പാറുവിന് വത്തക്ക നല്ലോണം ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ എത്തിയത് നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല വത്തക്ക. വേറെ എന്തെല്ലാം കിട്ടുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കണ്ടിട്ട് നമുക്ക് ഭയങ്കര അതിശയായി. ഇതെങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്തതെന്നെല്ലാം ചോദിച്ചു. അങ്ങനെ നമ്മൾ ലഞ്ചും കഴിച്ച് നേരെ റെഡിയായി പോന്നാം. ഊബറിൽ കയറി അപ്പാട് പാറുവിന് രുദ്രനെ എടുത്ത് മടിയിൽ വെക്കണം. മടിയിൽ വെച്ച് അവനൊന്ന് കരയിച്ചാലേ ഒക്കെ സമാധാനമുള്ളൂ. നമ്മളങ്ങനെ ഇവിടെ സിറ്റി സെൻറ്ററിലെത്തി. ഈടെ ഡോളർ പ്ലസ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്. ഇത് തന്നെ. ഈടെ അത്യാവശ്യം വലിയ തിരക്കേടില്ലാത്ത റേറ്റിലായി എല്ലാ സാധനവും ഉണ്ട്. ഒരു വക കണ്ട, എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ ഇതൊന്നും വാങ്ങിയിട്ട് ഒരു കാര്യമില്ല, അതുകൊണ്ട് ഞാൻ വാങ്ങില്ല. അവിടെ തന്നെ വെച്ച് അപ്പോൾ ഇവിടുന്ന് കാര്യമായിട്ട് കുറേ കാര്യങ്ങൾ നോക്കി നടന്നിട്ട് ലാസ്റ്റ് ഞാൻ 2-3 സാധനങ്ങൾ ആദ്യമായിട്ട് എടുത്തത് എന്താണെന്നറിയാം. ഒരു ലിപ്സ്റ്റിക്കും 2 ലിപ് ലൈനറും. ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതും അതുപോലെ കുറേ ഫോൺ കേസസ് ഉണ്ട്, എല്ലാം ഉണ്ട്. എന്നെ പറയാനൊന്നുമില്ല, ഒരുപാട് സാധനങ്ങളുണ്ട്. പക്ഷെ എൻ്റെ ഫോണിന് പറ്റിയ കേസൊന്നും കിട്ടിയില്ല. കോസ്മെറ്റിക് പ്രൊഡക്ട്സിന് നല്ല എന്താ പറയുക, നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിലാണ് ഇടയുള്ളത്. പാറോട്ടിയും കുറേ ഹെയർ ബോയും എല്ലാം നോക്കുന്നുണ്ട്. എന്തിനാകുമ്പോൾ കുറേ ഉണ്ട് വീട്ടിൽ. ഇത്ര നേരം രുദ്രു നിജേട്ടൻ്റെ കയ്യിലേനും കുറച്ച് നേരം ഞാനെടുത്ത് തട്ടി. ഗാർഡനിങ്ങിന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ മണ്ണൊക്കെ മാറ്റാനുള്ള യൂസ് ചെയ്യുന്ന എന്തെല്ലോ ആയുധങ്ങളുണ്ട്, എന്തെല്ലാം എനിക്ക് മനസ്സിലായില്ല. അതിനിടയിൽ ഞാൻ ഒരു 2-3 തവണ അച്ഛനെയും മോളെയും കാണാനായിട്ട് പരതി നടന്നു. എന്തൊക്കെ ഒരു സാധനം എടുത്തോന്ന് പറഞ്ഞ സ്ഥിതിക്ക് അവൾ അത്യാവശ്യം നല്ല വിലയുള്ള സാധനം എടുത്ത് കാണിച്ചു കൊടുക്കുന്നു അച്ഛനെ.
ഇങ്ങനത്തെ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിനെല്ലാം അത്യാവശ്യം നല്ല വിലക്കുറവുണ്ട് ഇവിടെ. മറ്റുള്ള ഷോപ്പിലേക്കാളുമാണ് ഇവിടെ കുറച്ച് വിലക്കുറവുണ്ട്. അങ്ങനെ കുറച്ച് സാധനങ്ങൾ അവിടുന്ന് വാങ്ങി വിലെല്ലാം നോക്കി ലിജോയുടെ സങ്കടപ്പെടലാണെന്ന് തോന്നും. അങ്ങനെ നമ്മൾ നേരെ വേറൊരു ഷോപ്പിൽ കയറി. ആളെ എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും പിടിച്ചിട്ടില്ല, എല്ലാം ഇങ്ങനെ കണ്ട് നടന്നെന്നല്ലാണ്ട്. ഒരു കാസറോളും അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഞാനെടുത്ത്. 1-2 സെറ്റ് സ്പൂണ്. എനിക്ക് പാത്രങ്ങളോടൊരു പ്രത്യേക തരം ഇഷ്ടം, എന്താണെന്നറിയില്ല. അലഞ്ഞു തിരിഞ്ഞൊരു വഴിക്കായപ്പോൾ ഒരു ചായയും കുടിച്ച് ഇതിൻ്റെ കൂടെ ഒരു സാൻഡ്വിച്ചും കഴിച്ചു. ഇവിടെ ടീ ടൈം എന്ന് പറയുന്നൊരു ഷോപ്പുണ്ട്, അവിടെ കഴിച്ചേട്ടാ. നല്ല ചായയല്ല കരക്കാണ്. അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് വിട്ടു. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ബൈ ബൈ.